ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് മാക്സിമം വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയും നയനെയും അതുപോലെ അർജുനെയാണ്. അങ്ങനെ നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെയും റൂമിലേക്ക് നയന കയറി വരാൻ തുടങ്ങുമ്പോഴേക്കും പിങ്കി സമ്മതിക്കുന്നില്ല. പിങ്കി പറഞ്ഞു, പറ്റില്ല, ഇത് എന്റെയും അർജുന്റെയും റൂമാണ്. അർജുന്റെ മാത്രം റൂമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് എന്റെയും അർജുന്റെയും റൂം കൂടിയാണ്. അതുകൊണ്ട് അനുവാദമില്ലാതെ ഇപ്പൊ നീ കാണിക്കുന്നത് തന്നെ മര്യാദകേടാണ്. അതുകൊണ്ട് പറ്റില്ല, അകത്ത് കയറ്റി വീടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായി. അപ്പോഴാണ് നമ്മുടെ അർജുന ഇറങ്ങി വന്നത്. അർജുന ഇറങ്ങി വന്ന് കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, ഇവക്ക് എന്താ, ഇവക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ? ഞാൻ ഈ റൂമിലേക്ക് വന്ന് അർജുനെ വിളിക്കുന്നതിന് ഇവക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇത് മര്യാദയാണോ അർജുൻ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, ഹോ, മര്യാദ, നല്ല മര്യാദയാണല്ലോ നയനെ കാണിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവൾ എന്തിനാ ഇപ്പൊ ഈ റൂമിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു, പിങ്കി, നിനക്കെന്താ, എന്നെ ആരെങ്കിലും ഈ റൂമിൽ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള അവകാശം നിനക്കുണ്ടോ? നിനക്കില്ല. അതുകൊണ്ട് അത് നീ തടയണ്ടെന്ന് പറയുമ്പോഴത്തേക്കും, ഓഹോ, അത്രയ്ക്കായോ, എങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, എന്ത് വേണമെങ്കിലും ആവാലോ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ദേഷ്യം വന്നിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് സന്തോഷമായി. പക്ഷെ അപ്പം തന്നെ അർജുൻ പറഞ്ഞു, നയനെ, നീ കാണിച്ചത് ശരിയല്ല. നീ ഒന്ന് ഓർക്കണം, ഇത് എൻ്റെ റൂം മാത്രമല്ല, ഇത് പിങ്കിക്കും അവകാശപ്പെട്ട റൂമാണ്. ഇത് ഞങ്ങൾ പങ്കിടുന്ന റൂമാണ്. അപ്പം ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ഒരു അനുവാദമൊക്കെ ചോദിച്ചിട്ട് വന്നെന്നോർത്ത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ അർജുൻ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പറഞ്ഞത്. അല്ല, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ പെട്ടെന്നൊരു വാർത്ത കിട്ടി, പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നത്. എങ്കിൽ പിന്നെ അത് പറഞ്ഞോളൂ. ഇപ്പം അത് പറയാനുള്ള മൂഡ് എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോയി. അപ്പം നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, പോയിട്ട് അർജുൻ ഈ മുറിയിലെ ഫുൾ അവകാശവും നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ നയന ഇവിടെ നിൽക്കുന്നത്. ഇത് നയനയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇത് നയനയുടെയും അർജുൻ്റെയും മാത്രം മുറിയായിരിക്കും ഇനി മുതൽ. ഈ മുറിയുടെ അവകാശം അർജുൻ എന്നതുപോലെ നയനയ്ക്കും കൂടി ആകാൻ പോവുക. അതിനുവേണ്ടിയാടാ ഞാനിവിടെ നിൽക്കുന്നത്. അർജുൻ, നീ എൻ്റെ സ്വന്തമാകും. ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഈ നയനയെ തോൽപ്പിക്കാനേ ഇവിടെ ആരും ഇതുവരെ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കിക്ക് നല്ല കലി വന്നു കേട്ടോ. പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് നേരെ പിങ്കിയുടെ അച്ഛനെ പോയി ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ അച്ഛൻ നല്ലല്ലോ പിങ്കി വിളിക്കുന്നത്, പപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ, ഹലോ പപ്പ, ഞാൻ ഇപ്പം വിളിച്ചത് വേറൊന്നുമല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഉരുമ്പെട്ടവൾ, അവളിവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കഥകളും എല്ലാ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും, മോളെ, സത്യമാണ് നീ പറയുന്നത്, ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നതല്ല. ഞാൻ വെറുതെ അങ്ങോട്ടേക്ക് കയറി വരണ്ടല്ലോ, നീ അവിടെ ജീവിക്കുകയല്ലേ, നിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പ്രശ്നത്തിലൊന്നും ഇടപെടാതിരിക്കുന്നത്. അല്ലാതെ എൻ്റെ മോളെ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പപ്പ ഇവിടെ വരണം, പപ്പ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലാതെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുണ്ടല്ലോ, അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാ. ഇപ്പം ഇവിടെയുള്ള എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അർജുൻ്റെ അമ്മയും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഇടപെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പം ഇത് നമ്മുടെ അരുന്ധതി കേട്ടായിരുന്നു. അപ്പം അരുന്ധതി ചോദിച്ചു, അല്ല, എന്താ പിങ്കി മോളെ, നീ ഇപ്പം ആരെയാ വിളിച്ചത്? നിന്റെ പപ്പേനെയാണോ? അതെ, എൻ്റെ പപ്പേനെ തന്നെയാണ് വിളിച്ചത്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. അതെന്തിനാ പിങ്കിമോളെ ഇവിടെ നടന്ന കാര്യങ്ങൾ പിങ്കിമോളുടെ പപ്പയോട് പറയുന്നത്? അത് മോശമല്ലേ? അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? പിങ്കിമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആരോടാ പറയേണ്ടത്? അത് എന്നോട് പറയണം, അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ആരോടെങ്കിലും പറയണം. അല്ലാതെ ഈ കാണിച്ചത് അത്രയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ഇത്രയും നാൾ സഹിച്ചു, എനിക്ക് ഇനി ഇതൊന്നും സഹിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എൻ്റെ രക്തത്തിനോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയുന്നത്? രക്തത്തിനെ തൊട്ട് കളിക്കുമ്പോൾ രക്തത്തിന് മാത്രമേ വേദനിക്കത്തുള്ളൂ, അല്ലാതെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ആ ലാഭത്തിൽ കാണാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നും പറഞ്ഞ് പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി കേട്ടോ. ഏതായാലും വരുന്നത് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിയാണ്, നമ്മുടെ പിങ്കി പറഞ്ഞത് ശരിയാണ്. പക്ഷേ പിങ്കിക്ക് കുത്തി വേദന വരുന്നുണ്ടെങ്കിൽ അർജുനോട് പിങ്കിക്ക് സ്നേഹം കാണുമായിരിക്കും, അതുകൊണ്ടല്ലേ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദയുടെ കരച്ചിലാണ് കാണിക്കുന്നത്. നന്ദ കരച്ചിൽ ബെഡ്റൂമിലാട്ടോ ഇരുന്ന് നന്ദ കരയുന്നത്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി കയറി ചെന്നു. ലക്ഷ്മി ചോദിച്ചു, എന്ത് പറ്റി മോളെ? മോളെന്താ ഇങ്ങനെ കരയുന്നത്? മോളങ്ങനെ കരയുന്നതല്ലോ. അത് പിന്നെ അമ്മേ, എന്തിനാ ഗൗതം സാർ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? എങ്ങനെ തുടങ്ങുന്നു പറ?
അത് ഞാൻ ഇന്ന് എത്ര തവണ ഫോൺ വിളിച്ചെന്നറിയാമോ? എന്നിട്ട് ഗൗതം സാറ് ഫോൺ എടുത്തില്ല. ഇന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് 11:30 വരാമെന്നും പറഞ്ഞു. അതിന് ഞാൻ ഫോൺ വിളിച്ചതായിരുന്നു. എന്നിട്ട് ഗൗതം സാർ എടുക്കുന്നതേ ഇല്ല. എന്തോ പ്രശ്നമുണ്ട്. എന്താ ഗൗതം സാർ എന്നെ മനസ്സിലാക്കാത്തത്? എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു. അറിയാലോ ആ പ്രൊഫസറിന്റെ സ്വഭാവം. ആ പ്രൊഫസർ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ എടുക്കുന്നില്ല. ഇതെന്താ എൻ്റെ അവസ്ഥ ഗൗതം സാർ മനസ്സിലാക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എണ്ണിപ്പിറക്കി ലക്ഷ്മിയുടെ മുമ്പിൽ ഭയങ്കര കരച്ചില്ല. അപ്പം ലക്ഷ്മി പറഞ്ഞു, പോട്ടെ മോളെ, സാരമില്ല, നമുക്ക് അവൻ വരുമ്പോൾ ചോദിക്കാന്ന്. അപ്പം നമ്മുടെ ഗൗതം വന്നു കേട്ടോ. ഗൗതം ഇങ്ങനെ ദേഷ്യത്തിലാണ് വരുന്നത്. ഗൗതം ദേഷ്യത്തിൽ വന്ന ഉടനെ തന്നെ, എന്താടാ നീ മോള് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? എത്ര പ്രാവശ്യം നിന്നെ ഫോൺ വിളിക്കണം എന്ന് ചോദിച്ചപ്പം, ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കണം പോലും അല്ല, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, 11:30 എന്ന ടൈം, ആ സമയത്ത് വരാൻ പറ്റില്ല എങ്കിൽ അത് ആദ്യം വിളിച്ചു പറയണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ നന്ദ ഇങ്ങനീറ്റ് വന്നിട്ട് പറഞ്ഞു, ഇതാ ഗൗതം സാർ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ വരാതിരിക്കുമോ? അറിയാലോ എൻ്റെ പ്രൊഫസറിന്റെ കാര്യം. അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്ത് നടക്കുക. അങ്ങേര് കാരണം എനിക്ക് എന്തൊക്കെ ജോലി ഉണ്ടായിരുന്നെന്ന് അറിയാമോ? എന്തോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ വരെ എന്നെ കയറ്റി. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെന്നോ? അതും ഈ അവസ്ഥയിലോ? ഇപ്പോഴോ? എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റി. അതുമാത്രമല്ല, അയാൾക്ക് എന്തോ എന്നോടൊരു വൈരാഗ്യമുള്ള പോലെ പെരുമാറുന്നത്. അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, മുന്നോട്ട് നോക്കാൻ പാടില്ല, പിറകോട്ട് നോക്കാൻ പാടില്ല, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുക. എന്തോ ഞാൻ പറഞ്ഞതാ ഇന്ന്. പക്ഷെ അയാൾ എൻ്റെ ഫോണ് മേടിച്ചു വെച്ചു, പ്രൊഫസറിന്റെ ഫോണ് മേടിച്ചു വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും, ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇനി നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക ഈ പ്രശ്നം, ഞാൻ പോവുക എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇറങ്ങിപ്പോയി. അപ്പം ഗൗതം പറഞ്ഞു, സോറി നന്ദ, ഞാൻ ഓർത്തു. എനിക്കറിയാം സാറ് പലതും ഓർക്കുന്ന. ഏതായാലും സോറി, എന്നോട് ക്ഷമിക്കാം. ഏതായാലും ഈ തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതമിനെ ഇങ്ങനെ നന്ദ പോയി കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗൗതം പറഞ്ഞു, ഏതായാലും ഇതൊന്ന് തിരക്കിയിട്ട് തന്നെ കാര്യം. ആ പ്രൊഫസറിന് നിന്നോട് എന്താ ഇത്ര ദേഷ്യം നിന്ന് തിരക്കണമല്ലോ? അതൊന്നും വേണ്ട ഗൗതം സാർ, എന്തിനാ വെറുതെ? വേണം, അത് തന്നെ വേണം. അങ്ങനെ നമ്മുടെ ഗൗതം നേരെ പ്രൊഫസറിനെ കാണാൻ വേണ്ടി കോളേജിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ പ്രൊഫസറിനെ കാണാൻ വേണ്ടി കോളേജ് എത്തി. പ്രൊഫസറിനെ കണ്ടു നമ്മുടെ ഗൗതം. അങ്ങനെ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രവിശങ്കർ അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. രവിശങ്കർ എന്നങ്ങാണ്ടല്ലേ പേര് നമ്മുടെ പ്രൊഫസറിൻ്റെ, ഇനി പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ രവിശങ്കർ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ, താൻ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ ആരാണെന്ന് പറയണോ അല്ലേ? ഞാൻ ACP ഗൗതം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പ്രൊഫസർ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. പ്രൊഫസർ ചോദിച്ചു, അല്ല താനെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? എന്തു പറ്റി? പോലീസിനെ കാണുമ്പോഴത്തേക്കും എന്താ വല്ല പേടിയും തോന്നുന്നുണ്ടോ? എനിക്ക് എന്ത് പേടി? ഞാൻ എന്തിനു പേടിക്കണം? പേടിക്കണ്ടെങ്കിൽ പേടിക്കണ്ട. ഏതായാലും എൻ്റെ ഭാര്യ ഇവിടെ പഠിക്കുന്നുണ്ട്, അളകനന്ദ. അതറിയായിരിക്കുമല്ലോ? അതറിയാം. ഒരു തൻ്റെടി അളകനന്ദ. ഓഹോ, അപ്പം എൻ്റെ ഭാര്യയോട് എന്തോ മുൻവൈരാഗ്യമുള്ള പോലെ ആണല്ലോ ഈ പ്രൊഫസർ സാർ പെരുമാറുന്നത്. അതെ, എനിക്ക് കുറച്ച് സാറിനോട് സംസാരിക്കാനുണ്ട്. അത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങ് മാറിപ്പോയി നിൽക്കാം. ഈ സ്റ്റുഡൻസിൻ്റെ മുമ്പിലിട്ട് ഈ പ്രൊഫസറിനെ ഒന്ന് വാട്ടാൻ എനിക്ക് ചെറിയ ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസറിനെ വിളിച്ചുകൊണ്ട് മാറിപ്പോയി നിന്ന് സംസാരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഗൗതമിന് പറയാനുള്ളത് ഗൗതം വെട്ടി തുറന്ന് പറഞ്ഞു, താൻ എന്തിനാണ് എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? താനിപ്പോൾ പറഞ്ഞല്ലോ അളകനന്ദ അഹങ്കാരിന്ന്. താനെന്തോ മുൻകൂട്ടി എൻ്റെ ഭാര്യനെ കണ്ടതുപോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്താ തൻ്റെ പ്രശ്നം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇനി എൻ്റെ ഭാര്യയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ പാടില്ല. അവൾ എന്താണോ തന്നോട് ചെയ്തത്, തൻ്റെ എല്ലാ ജീവചരിത്രവും പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പം, ഒരു കാര്യം പറയാം, ACP ആണെങ്കിലും GDP ആണെങ്കിലും ADGP ആണെങ്കിലും ആരാണെങ്കിലും കൊള്ളാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വന്ന് എന്നോട് കയർത്ത് സംസാരിക്കാനുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കില്ല. ഞാൻ എന്തെങ്കിലും കേസിൽ വല്ല പ്രതിയായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കിനി വേറെ ഒന്നും അല്ല പറയാനുള്ളത്. ഇനി അളകനന്ദ ഇവിടെ പഠിക്കില്ല. അവളെ ഈ കോളേജിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ സസ്പെൻസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കാരണം വേറൊന്നിനും അല്ല, അഴിഞ്ഞാട്ടക്കാരി. കണ്ട ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നത് കൊണ്ട് ഞാൻ അത് പിടിച്ചു കഴിഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഭർത്താവിനോട് വന്ന് പരാതി പറഞ്ഞ ഒരു ഭർത്താവ് ഇവിടെ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു. അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നീലപ്പൊന്മാൻ എന്നൊരു വിളി വന്നത്. ഇത് കേട്ടത് ആ പ്രൊഫസർ സാർ ഞെട്ടിപ്പോയിട്ടോ. പ്രൊഫസർ ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി? ആ പേര് ഇവിടെ ആർക്കും അറിയില്ലല്ലേ?
നീലപ്പൊന്മാൻ. ഇവിടെ അറിയാവുന്നത് കടുവാന്നും സിംഹം എന്നൊക്കെ ആയിരിക്കും. അതിനിടയിൽ ഒരു നീലയുണ്ടെന്ന് ആരും അറിഞ്ഞില്ലല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ ജീവചരിത്രം ഫുള്ള് പഠിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം എവിടെ ഏത് കോളേജിലായിരുന്നു താന്? എല്ലാ സ്റ്റുഡൻസും കൂടെ തന്നെ പൊക്കിയത് താൻ മറന്നുപോയോ? തൻ്റെ ലീലാവിലാസങ്ങൾ കാരണം. നീല കലർന്ന തൻ്റെ ഈ സ്വഭാവം അത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും, ഇവിടെ ഒഴികെ എല്ലാവർക്കും അത് അറിയില്ല എങ്കിൽ അത് അറിയിച്ചു കൊടുക്കാനും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം, അയ്യോ പ്ലീസ് സാറ് ഇതൊക്കെ എവിടെന്ന്? ഇതൊക്കെ എനിക്ക് കിട്ടാൻ നിഷ്പ്രയാസമാണ്. അതുമല്ല, ഇനി താൻ നന്ദയെ ശല്യം ചെയ്താൽ അത് ഉറപ്പായിട്ടും ഇവിടെ പ്രചരിക്കും. അതുപോലെ തന്നെ തൻ്റെ ജോലിയും പോകും. പിന്നെ ഒരിക്കലും താൻ ജോലിയിൽ പ്രവേശിക്കാത്ത വിധത്തിൽ ഞാൻ ആക്കി തീർക്കും. അറിയാലോ, ഞാൻ വെറും ഒരു പോലീസുകാരനൊന്നും അല്ല. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇതുപോലെയുള്ള പല സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെറ്റ പ്രൊഫസർ ഓടലെടുത്താൽ തന്നെ ആ കോളേജ് മുടിയുമെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അതുകൊണ്ട് തൻ്റെ ആ സ്വഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് മാന്യം മര്യാദയായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം, അയ്യോ പ്ലീസ് സാർ ഒന്നും ചെയ്യരുത്. ഓഹോ, താൻ നേരത്തെ സംസാരിച്ചതല്ലല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്, ഇപ്പൊ എന്നെ സാറെന്ന് വിളിക്കാൻ തുടങ്ങിയോ? ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇനി അളകനന്ദയെ ശല്യം ചെയ്യുകയോ വേറൊരു സ്റ്റുഡൻസിനെ ശല്യം ചെയ്യുകയോ ചെയ്യരുത്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ തിരക്കുന്നില്ല. എന്തിനാണ് നിങ്ങൾ അളകനന്ദേനെ ശല്യം ചെയ്തതെന്നോ അതിൻ്റെ പിന്നിൽ എന്താണെന്നോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത്. ഏതായാലും പ്രൊഫസറിനെ പൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രൊഫസറിന്റെ ശല്യം ഉണ്ടാവത്തില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബാലന്റെയും ഗോമതിയുടെയും വിശേഷമായി തൊട്ടു പുറകെ ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.